എന്താ അവിടുത്തെ മറയൂരിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഈ സ്ഥലത്തിൻ്റെ? മറയൂർ പുരാതനമായ രീതിയിൽ നോക്കുവാണെങ്കിൽ മുനിയറ തന്നെയാണ് ആദ്യം. പിന്നീട് ഇവിടുത്തെ ചന്ദനക്കാടുകൾ, പിന്നെ ഇവിടുത്തെ അഞ്ചുനാട് എന്നറിയപ്പെടുന്നതിൽ 4 ഗ്രാമങ്ങൾ. ഒരു ഗ്രാമം ഇപ്പോൾ തമിഴ്നാട്ടിലാണ്. 5 ഗ്രാമങ്ങൾ, അവരുടെ ജീവിത രീതി, പിന്നെ കുറേയധികം ട്രൈബൽ കോളനീസ് ഉണ്ട്. പിന്നീട് ഇതിനോട് അടുത്ത് കിടക്കുന്ന കാന്തല്ലൂരിൽ ഓർഗാനിക് ഫാമിങ്, ഫ്രൂട്ട്സ്, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. ഈ പാറേൻ്റെയും ഈ മുനിയറേൻ്റെയും സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ്? ഒരു കുറച്ച് കാലങ്ങളായിട്ടോ ഇത് അങ്ങനെ വലിയ രീതിയിലൊരു ടൂറിസം ലെവലിലേക്ക് വന്നിട്ട്. കാരണം ഒരു 1975 ഈ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് ആളുകൾ വരികയും അവരത് അതായത് ഇത് മുനിയന്മാർ തപസ്സിരുന്ന സ്ഥലമാണെന്നാണ് ആദ്യം വാദിച്ചിരുന്നത്. പിന്നീട് ഇതുപോലുള്ള ലോകത്തിലുള്ള പല ഈ ശിലായുഗ അവശേഷിപ്പുകൾ പഠിച്ചതിന് ശേഷം അതല്ല, ഇത് വന്ന് മനുഷ്യരടക്കം ചെയ്തിരുന്ന ശവക്കല്ലറകളാണ്. അങ്ങനെ ഒരു ഇതിലേക്ക് വന്നു. പിന്നെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ സ്റ്റഡീസ് നടന്നു. അപ്പോൾ ഇവിടെ പറയപ്പെടുന്നത് പ്രൈമറി സിസ്റ്റം, സെക്കൻഡറി സിസ്റ്റം എന്നാണ്. അതായത് പ്രൈമറി സിസ്റ്റം എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രം അടക്കം ചെയ്യുന്ന ശവക്കല്ലറകളും, സെക്കൻഡറി സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ചർച്ചിലൊക്കെ സെമിത്തേരികളൊക്കെ യൂസ് ചെയ്യുന്ന പോലെ, അതായത് വീണ്ടും വീണ്ടും മറവ് ചെയ്യുന്ന ഒരു സംസ്കാര രീതി. അതാണ് ഇവിടെ ഈ കാണുന്നത്. ഇതേ രൂപത്തിൽ തന്നെ ആയിരുന്നു? അല്ല, ഇത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം നിങ്ങളിത് ഈ പാറ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് വാട്ടർ മാർക്സും ഇതെല്ലാം കാണാം. അപ്പോൾ ഇവർ പറയുന്നത് ഇത് മണ്ണിൻ്റെ ഉള്ളിലായിരുന്നു. കാരണം ഇവിടെ എൻട്രൻസിൽ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, 1000 BC to 500 CE വരെയുള്ള ഇതാണ്. പക്ഷേ ഗൂഗിളിലൊക്കെ വേറെ രീതിയിലാണ് ഡീറ്റെയിൽസ് കിടക്കുന്നത്. 14,000 വർഷത്തെ ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ ഇത് മണ്ണിനുള്ളിലായിരുന്നു. കാലകാലങ്ങളായിട്ടുള്ള മഴയും മഞ്ഞും മൂലം ഇത് ഇവിടുന്ന് ഒലിച്ചു പോയതാണ്. ഒരു ലാൻഡ് സ്ലൈഡ് നടന്നതായിരിക്കാം, അതല്ലെങ്കിൽ ഒലിച്ചു പോയി അങ്ങനെ വർഷങ്ങളായി പോയി ഒരു രൂപം കൊണ്ട് മേളിൽ തെളിഞ്ഞു വന്നത്, അങ്ങനെയും പറയുന്നുണ്ട്. അതല്ല, ഇത് ബസാൾട്ടിക് റോക്കാണ്. അപ്പോൾ ഇതിന് ഈ ചൂട് ഇത് അബ്സോർബ് ചെയ്യും, പിന്നീട് ആ ചൂട് റിലീസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറുണ്ട് ഈ ബസാൾട്ട് എന്ന് പറയുന്ന ഈ റോക്ക്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാറയിൽ ഒരു ശരീരം നമ്മൾ മറവ് ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ദ്രവിച്ചു പോകും. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഇത് 2ാം തരം ചടങ്ങാണ്. അതായത് ആദ്യം മരിച്ചത് വേറൊരു സ്ഥലത്തും അടക്കം ചെയ്യുന്നു, പിന്നീട് അതിൻ്റെ എല്ലുകളും മറ്റും എടുത്ത് ഇവിടെ ചെയ്യുന്ന, അങ്ങനെയും പറയപ്പെടുന്നുണ്ട്. ഇത് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ, ഈ സംരക്ഷിക്കപ്പെടുന്നു? അതായത് 1975 മറയൂർ മേഖല ഇവിടെ മാത്രമല്ല വേറെ കുറേ സ്ഥലങ്ങളുണ്ട്. 1350ഓളം മുനിയറകൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ പകുതിയിൽ പോലും ഇപ്പോൾ ഇല്ല. കാരണം ഇവിടുത്തെ സാധാരണ ജനങ്ങളും വരുന്ന ടൂറിസ്റ്റ് ചിലവർ അതിന് മുകളിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കും, ചിലവർ ആ പാറകൾ ഇളക്കി മാറ്റാൻ ശ്രമിക്കും. അതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയും. ഒരു 10% സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ബാക്കി 90%-ഓളം നാശമാകുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. ഇത് നമ്മുടെ ഈ ഏരിയയിൽ മാത്രമേ ഉള്ളൂ? ഇല്ല, മുനിയറകൾ പല സ്ഥലങ്ങളിലുണ്ട്, ഇവിടെ മാത്രമല്ല. ശാന്തൻപാറ മേഖലയിലുണ്ട്, രാജാക്കാട് ഭാഗത്തുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഈ പാറകൾ മിക്ക സ്ഥലങ്ങളിലും, മേളിൽ ആനക്കൂട്ടം പാറ, പിന്നെ നമ്മുടെ ആനക്കൽപ്പെട്ടി ഭാഗത്ത് അവിടെ കുറച്ചധികം ഉണ്ട്. ഇത് കൂടുതൽ മണ്ണിനടിയിലാണോ കാണപ്പെട്ടിരുന്നത്? മണ്ണിൻ്റെ അടിയിലുണ്ട്. ഇപ്പോൾ 100 വീട് ഭാഗത്ത് കഴിഞ്ഞ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇത് കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ കുറച്ച് പ്രശ്നമേഖലയായിട്ടുള്ള ഒരു സ്ഥലങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ ഇവർ പറയുന്നത് ഈ കാണുന്നത് പോടുമണ്ണെന്ന് പറഞ്ഞാൽ മല ഇടിഞ്ഞ് വന്നതാണ്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 70% ഏരിയ പാറയെ കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ മണ്ണുകളൊക്കെ ഇവിടെ വന്ന് ഇവിടെ ഉള്ളൊരു സിറ്റിയും സംസ്കാരവും മൂടിപ്പോയതാണ്. ഇതിൻ്റെ അടിയിൽ കുറേയധികം ഗ്രീസ് ഏതൻസും കഴിഞ്ഞ ഏറ്റവും വലിയൊരു സിറ്റി ആയിരുന്നു, അങ്ങനെയും പറയുന്നുണ്ട്. കാരണം ഇവിടെ കുറേ അധികം ആളുകൾ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. കുറേ ചെറിയ ചെറിയ കോയിൻസ്. പിന്നെ കുറച്ച് നാൾ മുമ്പ് തൊടുപുഴ ഭാഗത്തുനിന്ന്, അതായത് ഈ നമ്മുടെ വോൾക്കാനോ അഗ്നിപർവ്വതം പൊട്ടി വരുന്ന ആ സമയത്തുള്ള ഒരു എന്താ പറയുക, സൾഫർ വരുന്ന കൂട്ടത്തിലുള്ള വേറൊരു കെമിക്കൽ, അതിൽ നിന്ന് ഉണ്ടാക്കിയ ആഭരണങ്ങൾ തൊടുപുഴ ഭാഗത്തു നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ഗവൺമെൻറ് രീതിയിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാനോ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിലോ ആളുകളിൽ ഒരു പ്രൊട്ടക്റ്റ് ആക്കിയുള്ളത് അവർ തന്നെയാണ് ചെയ്യേണ്ടത്. ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ്റും ഇവിടുത്തെ പഞ്ചായത്തും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം കൂടി മിങ്കിളായിട്ട് വേണം ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടി. അതിൻ്റെ വ്യക്തമായ പഠനങ്ങളും സംരക്ഷണവും നടക്കുന്നുണ്ട്? ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ അങ്ങനെ വലിയ രീതിയിലില്ല. നമ്മൾ മുനിയറയിലേക്ക് വരുന്ന ഉപയോഗിക്കുന്ന കല്ലുകൾ, ഈ കുത്തിയെടുക്കുന്ന കല്ലുകൾ, അത് ഇവിടുത്തെ മാത്രം സ്പെഷ്യാലിറ്റി ആണോ, അതോ പ്രത്യേകതര കല്ല് ഉണ്ട് അങ്ങനെ? അല്ല, മുനിയറകൾ കേരളത്തിൽ പല ഭാഗത്തും, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പല രീതിയിലും എല്ലാം ഈ കേവ് പെയിന്റിങ്സ് ഇതാണെങ്കിൽ തന്നെ എല്ലാം സ്പെഷ്യാലിറ്റി ഉള്ളതാണ്. പക്ഷേ ഇത് പല മേഖലയിൽ, ഇവിടെ മാത്രമല്ല. ഈ ബസാൾട്ട് എന്ന് പറയുന്ന ഈ കല്ല് ഇവിടെ മാത്രമല്ല പല ഭാഗങ്ങളിലും കണ്ടുവരുന്നുണ്ട്. അതുപോലത്തെ ഇവിടുത്തെ ഇപ്പോൾ കേവ് പെയിൻറ്റിങ്സ് പറയുകയാണെങ്കിൽ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഗുഹാ ചിത്രങ്ങൾ,
അതിപ്പോൾ റെഡ് ലെറ്റർ വൈറ്റ് സ്റ്റോൺ, അതിൽ ക്രോസ് ലെറ്ററുള്ള ലിപികളുണ്ട്, ക്രോസ് മാർക്കിംഗ് ഉള്ള പടങ്ങളുണ്ട്. അതിന് ഏകദേശം 3000 വർഷം. അതിന് മുകളിലേക്ക് ഈ ക്രോസ് മാർക്കിംഗ് ഇല്ലാത്തതും ഷേപ്പ്ലെസ് ആയിട്ടുള്ള ലെറ്റേഴ്സ് പെയിൻറ്റിങ്സ് അതിന് 8000 വർഷത്തോളം പഴക്കമൊക്കെ പറയുന്നു. ഇതെല്ലാം ഇവിടുത്തെ ഒരു സീക്രട്സാണ്. അപ്പോൾ ഈ കല്ലുകൾ ഇവിടെ മാത്രമല്ല, ഈ സിസ്റ്റം ഇവിടെ മാത്രമല്ല, ലോകത്ത് പല ഭാഗത്തുമുണ്ട്. ഇവിടെ മറ്റുള്ള പുരാവസ്തു അല്ലെങ്കിൽ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് എന്തൊക്കെയൊക്കെയുള്ളത്? ഇപ്പോൾ ചരിത്രമായിട്ട് ബന്ധപ്പെടുന്നത് ഈ മുനിയറയും പിന്നെ ഈ ഗുഹ ചിത്രങ്ങൾ. അപ്പോൾ അതിലൊരു സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുട്ടിലക്കുടി ആ ഭാഗത്തൊക്കെയാണ് 66 അടി നീളമുള്ള കേവ് പെയിൻറ്റിങ്സ് ഉള്ളത്. അതൊന്നും ടൂറിസ്റ്റിന് അലൗഡല്ല. ടൂറിസ്റ്റിന് അലൗഡ് ആയിട്ടുള്ളത് നമ്മുടെ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഉള്ളിലുള്ള ആലമ്പട്ടി ട്രക്കിംഗ് പോയിൻ്റ് ഉണ്ട്. അവിടെ നമ്മളിപ്പോൾ 230 തൊട്ട് 300 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അവിടെ ചെല്ലുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ 4 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെയിൻറ്റിങ്സും, അതായത് ആനയുടെ ശരീരവും പല്ലിയുടെ തലയുള്ള ഒരു രൂപം, പിന്നെ കുറച്ച് മനുഷ്യരുടെ ശരീരങ്ങൾ, ഇതെല്ലാം അവിടെ പാറയിലുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. നമുക്ക് സാധാരണ എല്ലാ ടൂറിസ്റ്റിനും അലൗഡായിട്ടുള്ളൊരു കാര്യമാണ്. അതെ. ഇവിടുത്തെ മറയൂർ ചന്ദനമൊക്കെ ഇത് നേരത്തെ ഉണ്ടായതാണ്, അത് വെച്ച് പിടിപ്പിച്ച് അങ്ങനെ ഒരു കൾച്ചറെ കൊണ്ടുവന്നതാണ്. വെച്ച് പിടിപ്പിക്കുന്ന രീതി ഇപ്പോഴാണ്. കാരണം ഗവൺമെൻറ് ഇതിനെ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഒരു വരുമാന മാർഗമായിട്ട് 1 കിലോ വിത്ത്, ആദ്യകാലങ്ങളിലൊക്കെ ഒരു 100 രൂപ 150 രൂപ, പിന്നീട് അത് 250 രൂപ. ഇപ്പോൾ 1 കിലോ വിത്ത് ഉണങ്ങിയത് നമ്മൾ കാടുകളിൽ നിന്ന് ചിലവർക്ക് ഐഡൻറ്റി കാർഡൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതിവർ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം 1500 രൂപ വരെ കൊടുക്കുന്നുണ്ട്. അത് എക്കോ ഷോപ്പിൽ പിന്നീട് നമ്മളെ പോലുള്ള വരുന്നവർക്ക് മേടിക്കാനായിട്ട് ഒരു 100 ഗ്രാം പാക്കറ്റ് അല്ലെങ്കിൽ 50 ഗ്രാം പാക്കറ്റ് 100 രൂപ എന്ന രീതിയിൽ അവർ കൊടുക്കുന്നുണ്ട്. തൈകളും കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ അങ്ങനെ അവർ ഇത് നശിക്കാതിരിക്കാനും മറ്റുള്ളവരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലും അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഉള്ള ചന്ദനങ്ങൾ ഇവിടെ തന്നെ ഉള്ളത്. ഇവിടെ ചന്ദനം മാത്രമല്ല, ഇപ്പോൾ ഒരിടയ്ക്ക് പറഞ്ഞിരുന്നു ഇലിപ്പ എന്ന് പറയുന്ന ഒരു മരം പറവൂർ ക്ഷേത്രത്തിൽ വളരെ അപൂർവമായിട്ടുള്ള മരം കണ്ടെത്തി. ഈ ഇരിപ്പ മരങ്ങളൊക്കെ ഇവിടെ ധാരാളമുണ്ട്. അതുപോലെ ഈ കടുക്ക, പലതരം മെഡിസിനൽ പ്ലാന്റ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ചന്ദനമൊക്കെ ഇവിടെ ആദ്യം കാലങ്ങളുണ്ടായിരുന്നു. പിന്നെ അതൊരു ഹോസ് പ്ലാന്റ് ആണ്. അതുപോലെ ഇത് ചന്ദനം കൂടുതലും സ്പ്രെഡാന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ കുയിൽ, ഏഷ്യൻ കോയിൽ എന്ന് പറഞ്ഞാൽ ഈ കുയിലും മറ്റ് പക്ഷികളെ കഴിച്ച് അവരെ കാഷ്ടത്തിൽ നിന്നാണ് ഇത് കൂടുതലും മുളയ്ക്കുന്നത്. പിന്നെ ഒത്തിരി ആഴം കൂടിയ മണ്ണിൽ ഈ ചന്ദനം മുളയ്ക്കത്തില്ല. ഈ മറയൂരിൻ്റെ ഒരു ലാൻഡ് ഏരിയ അനുസരിച്ച് ഒരു 10-12 അടി വരെയാണ് ആഴമുള്ള മണ്ണ്, അത് കഴിഞ്ഞാൽ പാറയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ലാൻഡിലാണ് ചന്ദനം നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു ഹോസ് പ്ലാന്റ് ആണ്. മറ്റുള്ള മരങ്ങളിൽ നിന്ന് നൈട്രജൻ വളങ്ങളും വലിച്ചെടുത്താണ് ഈ മരം ജീവിക്കുന്നത്. പിന്നെ ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റി ഉള്ളതും ഏറ്റവും നല്ല രീതിയിലുള്ള ചന്ദനം മറയൂർ തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു വിലായത് ബുദ്ധ, ചൈന ബുദ്ധ്, പഞ്ചം, ഗോഡുല, ഗോഡ്ബദല, അതായത് ഒരു ഡയമീറ്റർ ഉണ്ട്. അതായത് ഒരു മരം എടുത്ത് അതിൻ്റെ കാതൽ, അതായത് ഒരു 5.5 ഇഞ്ച് ഡയമീറ്ററും 1 മീറ്റർ ലെങ്ത്തുള്ള പീസ് കിട്ടുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഈ വിലായത് ബുദ്ധ. പിന്നെ 5, 4.5, 4 അങ്ങനെ ഇഞ്ച് കുറഞ്ഞു വരും. അപ്പോൾ ഇങ്ങനെ വിലായത് ബുദ്ധ, ചൈന ബുദ്ധ, പഞ്ചം, ഗോഡുല, ഗോഡ്ബദല, പിന്നെ ബദ്രീനാഥ്, പിന്നെ ഗ്രേഡ് 1 to 8, ദെൻ റൂട്ട്. അപ്പോൾ അതിൻ്റെ മെത്തേഡ്സും ചന്ദന തൈലങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഇവിടെ തന്നെയാണ്. ഏറ്റവും ക്വാളിറ്റി കൂടിയതാണ് ഈ വിലായത്. പിന്നെ ധാരാളം പക്ഷികളും മൃഗങ്ങളും എല്ലാം ഇതിനുള്ളിലുണ്ട്. അത് ഈ ഫോട്ടോഗ്രാഫി ബേസിലുള്ള ആളുകളിലേക്ക് ഏറ്റവും ഒരു ഇഷ്ട മേഖലയാണ്. അതുപോലെ തൊട്ടടുത്ത് നമുക്ക് ഈ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഏറ്റവും കൂടുതൽ ലോകത്തിൽ ബട്ടർഫ്ലൈ മൈഗ്രേഷൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതൊന്നും അധികം ആളുകൾക്ക് അറിയില്ല. നമ്മുടെ ചന്ദനമരം ഒരു ആവറേജ് അതിൻ്റെ ഒരു വളർച്ച എത്ര വർഷമാണ്? ചന്ദനം അതിൻ്റെ പൂർണ്ണാവസ്ഥയിലെത്തുന്ന ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു ഓയിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു സുഗന്ധമുള്ള ഒരു ഇത് വന്നെങ്കിൽ ശരിക്കും 75 വർഷമാണ് പറയുന്നത്. 75 വർഷം. അപ്പോൾ ഒരു മനുഷ്യായുസ് അല്ലേ? മനുഷ്യായുസ്. കഴിഞ്ഞിടയ്ക്ക് ഒരു 20 വർഷം കൊണ്ട് ആവത്തില്ല. കാരണം നമ്മൾ തന്നെ നമ്മുടെ വീടും പരിസരത്തൊക്കെ ഇതുണ്ട്. അപ്പോൾ നമ്മളൊരു 10 വർഷമായിട്ട് മരം ഇങ്ങനെ നിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാതൽ മാത്രമാണ് അതിനോട് ഗുണമേന്മയുള്ളത്. ചില ടൂറിസ്റ്റുകളൊക്കെ വന്ന് അതിന് ഇല നോക്കും, അങ്ങനെയൊന്നും ആവശ്യമില്ലാതെ നമ്മളത് ഒരു സാധനം അറിയാതെ ഈ ഹാഫ് എഡ്യൂക്കേഷൻ സാമ്പിൾ എന്ന് പറയുന്ന പോലെ നമ്മൾ ആവശ്യമില്ല ഇലകളൊക്കെ പറിച്ചും കമ്പ് പിടിച്ചുകൊണ്ട് പോയതുകൊണ്ടൊന്നും പ്രയോജനമില്ല. അത് നല്ല മൂത്ത് അതിൻ്റെ ഇത്രയും വർഷം ഭാഗമായി അതിൻ്റെ കാതലിനാണ് ആ ഗുണമുള്ളത്. അപ്പോൾ അത് ഇവിടുത്തെ എക്കോ ഷോപ്പുകൾ അതിൻ്റെ പൗഡറായിട്ടും ഓയിലൊക്കെ ആയിട്ട് മേടിക്കാൻ കിട്ടും.
അപ്പോൾ വരുന്ന ടൂറിസ്റ്റുകളും അത് ശ്രദ്ധിക്കുക, അങ്ങനെ കമ്പൊടിക്കുക, ഇല പറിക്കുക, അതിൻ്റെ നാശത്തിനാണ് കാരണമാകുന്നത്. എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് സാധാരണ ഇവിടെ എക്കോ ഷോപ്പിൽ സാൻഡൽ പൗഡർ, അതായത് ബിഫോർ ഓയിൽ എക്സ്ട്രാക്ഷനും ആഫ്റ്റർ ഓയിൽ എക്സ്ട്രാക്ഷനും അതിൻ്റെ അത് കിട്ടും. പിന്നെ ഓയിൽ, സാൻഡൽ ഓയിൽ, എല്ലാം കുറച്ച് വില വളരെ കൂടുതലാണ്. അങ്ങനത്തെ പ്രോഡക്ട്സ്, പിന്നെ രക്തചന്ദനം, അതിൻ്റെ പൗഡർ, അതിൻ്റെ തടി, അങ്ങനത്തെ ഇതൊക്കെ ഇവിടെ ഫോറസ്റ്റ് എക്കോ ഷോപ്പിൽ കിട്ടുന്നുണ്ട്. കാരണം ഒരിക്കലും ഇവർ ഒരു പ്ലാന്റേഷൻ നമ്മളിപ്പോൾ ചില വിളവെടുക്കുന്ന പോലെ മരങ്ങൾ വെട്ടും, അല്ലെ ബലം എടുക്കും, അങ്ങനെയല്ല. എന്തെങ്കിലും പ്രകൃതിയിൽ എന്തെങ്കിലും കാറ്റോ മഴയോ അല്ലെങ്കിൽ അത് തന്നെ ഒടിഞ്ഞു വീഴോ കേടുപാട് അങ്ങനത്തെ മരങ്ങൾ മാത്രമാണ് ഇവർ കട്ട് ചെയ്ത് അതിൻ്റെ ബാർക്കൊക്കെ റിമൂവ് ചെയ്ത് അതിനെ നമ്പറിങ് ചെയ്ത് അതിൻ്റെ സ്റ്റോറിൽ സൂക്ഷിക്കുന്നത്. ഒരിക്കലും ചന്ദന മരം വെട്ടി ഹാർവെസ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല. മറയൂർ ചന്ദനത്തിൻ്റെ ഒക്കെ വളർച്ചയൊക്കെ അപ്പോൾ നമുക്ക് പ്രൈവറ്റായിട്ട് എടുക്കുമ്പോൾ, പ്രൈവറ്റായിട്ട് വളർത്തുമ്പോൾ അതിനെന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ആണുള്ളത്? എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വെട്ടാനുള്ള പെർമിഷൻസോ അല്ലെങ്കിൽ വളർത്താനുള്ളതിൻ്റെയൊക്കെ? നമുക്ക് ചന്ദന തൈ മേടിക്കാനും അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇതിൻ്റെ സീഡ് ഇടുവാണെങ്കിൽ നമുക്ക് തൈ ഉൽപ്പാദിപ്പിക്കാം, നമുക്ക് നടാം, വളർത്താം. പക്ഷെ നമുക്ക് വെട്ടാനുള്ള ഒരു പെർമിഷൻ നിലവിലില്ല. സാധാരണ ഇവിടെ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഫോറസ്റ്റ് ഓഫീഷ്യൽസിന് നമ്മളൊരു ലെറ്റർ, അതായത് ഈ ചന്ദനമരം നിൽക്കുന്നതുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും അല്ലെ എൻ്റെ മേഖലയ്ക്ക് ആപത്തുണ്ടെന്ന് അവർക്ക് അപേക്ഷ കൊടുക്കുക. അവർ വന്ന് അതിനെ സ്റ്റഡി ചെയ്തതിന് ശേഷം അത് സേഫ് അല്ലാന്ന് തോന്നുവാണെങ്കിൽ അവരതിനെ റിമൂവ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഉണ്ട്, ഗവൺമെൻറ് ഒരു പെർസെൻറ്റേജ് പോകും, നമ്മൾക്കൊരു പെർസെൻറ്റേജ് ഉണ്ട്. അപ്പോൾ ആ എമൗണ്ട് നമുക്ക് തരും. ഒരുപാട് മോഷണങ്ങൾ കളവുകളൊക്കെ നടക്കുന്നുണ്ട്. പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ അത്രയില്ല. കാരണം ആളുകൾക്ക് അവയർനെസ് ആയി, പിന്നെ പണ്ടത്തേക്കാളും കൂടുതൽ വിദ്യാഭ്യാസമാണ്, യങ്സ്റ്റേഴ്സൊക്കെ കൂടുതലും വിദ്യാഭ്യാസം. അപ്പോൾ പണ്ട് നടന്ന അത്രയും ഒരു കേസുകളൊന്നും ഇപ്പോൾ നിലവിൽ അങ്ങനെ കേൾക്കാനില്ല. പണ്ട് എല്ലാ ദിവസവും നമുക്ക് കേസുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഒരുപാട് നാളായി. പ്രൈവറ്റായിട്ട് ഒരുപാട് വളർത്തുന്നുണ്ടോ ഇവിടെ? മിക്ക വീടുകളിലും ഇവിടെ ഉണ്ട്, ചന്ദനം ഉണ്ട്, നല്ല രീതിയിലുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിലും എൻ്റെ വീട്ടിലുണ്ട് ചന്ദനം. അപ്പോൾ നമുക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. എന്നെ സംബന്ധിച്ച് അതിൽ ഒരുപാട് പഴങ്ങളുണ്ടാകുമ്പോൾ പക്ഷികളെ കാണുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അങ്ങനെ ആ ചന്ദനം കൊണ്ട് അങ്ങനെ ഒരു പ്രയോജനമുണ്ട്. ഇവിടെ മാത്രം കണ്ടുവരുന്ന ചില സ്പീഷീസുകളുണ്ടോ വൈൽഡ് ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട്? അല്ല, ഡ്രൈ ഏരിയ അങ്ങനെ എല്ലായിടത്തും കുറേയധികം മൂങ്ങകളും പക്ഷികളൊക്കെ ഉണ്ട്. പിന്നെ ചിന്നാറ് തൊട്ടടുത്ത് കിടക്കുന്നതുകൊണ്ട് ഒരുപാട് പേര് അതിനെ അട്രാക്റ്റ് ചെയ്യാറുണ്ട്, ഒരുപാടുണ്ട്. 232 ഇനത്തിൽപ്പെട്ട പക്ഷികളെല്ലാം ഉണ്ട്. മൂങ്ങകളാണ് കൂടുതൽ, അതിവിടെ കുറച്ചധികം കാണപ്പെടുന്നുണ്ട്. എസ്പെഷ്യലി ഈ മുനിയറയിലൊക്കെ വൈകുന്നേര സമയങ്ങളിൽ നല്ല ഔൾസിനൊക്കെ നല്ല ഷോട്ട്സ് കിട്ടുന്നു. അപ്പോൾ അതിനെ നശിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു ടൂറിസമാണ് താല്പര്യം. കാരണം ഇപ്പോൾ പൊതുവെ അറിയാം, ഈ ഓട്ടോ ആണെങ്കിലും ജീപ്പാണെങ്കിലും അളവിൽ കൂടുതൽ ശബ്ദം വെച്ച് വരുന്നത്, അതൊക്കെ ഒരു നല്ലൊരു ഇങ്ങനത്തെ ഒരു ഹൈ റേഞ്ച് മേഖലയോ ഇങ്ങനത്തെ ഒരു ടൂറിസത്തിന് പറ്റിയൊരു ഏർപ്പാടല്ല. അത് അവർ സ്വയം ചിന്തിച്ച് തിരുത്തേണ്ടതാണ്. ഇവിടെ ഈ മൃഗങ്ങളുടെ ശല്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ നമ്മുടെ? ചില മേഖലകളിലുണ്ട്. പിന്നെ നമുക്കത് പറയാൻ പറ്റില്ലല്ലോ, കാരണം നമ്മളാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. അതെ. അപ്പോൾ അതുകൊണ്ട് മൃഗം വന്ന് ശല്യം ചെയ്യുന്ന ഒരിക്കലും. ഇവിടെ എല്ലാം നല്ല രീതിയിൽ ആനകളും കാട്ടുപോത്തും മാനും പന്നികളും എല്ലാം ഉണ്ട്. പിന്നെ ഈ നമ്മളിങ്ങനെ ഒരു കാര്യം ചിന്തിക്കണം, കാട് കുറഞ്ഞു വരുന്നു, ആളുകൾ കൂടി വരുന്നു, എന്നിട്ട് മൃഗങ്ങൾ വന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം അവർക്ക് ഏരിയ കുറഞ്ഞ് കഴിയുമ്പോൾ അവർക്കുള്ള ഭക്ഷണം കുറഞ്ഞു കഴിയുന്നു. കാരണം നമ്മളിങ്ങനെ നമ്മൾ അളവിൽ കൂടുതൽ വെള്ളം ഇൻഡസ്ട്രികൾക്ക് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഹോട്ടൽസിന് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ കൃഷിക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ അവർക്ക് വെള്ളം കുറഞ്ഞു വരുവാണ്. അപ്പോൾ അവരത് കുടിക്കാൻ വേണ്ടി നമ്മുടെ മേഖലയിലേക്ക് വരും. അത് പിന്നെ ഒരു ട്രസ് പാസിംഗ് അതിന് കംപ്ലൈൻറ്റ് യാതൊരു പ്രയോജനമില്ല. എന്താണ് മറയൂരിൻ്റെ ഒരു ഭൂമിശാസ്ത്രം? എങ്ങനെയാണ് മറയൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറയൂർ ഈ ആദിവാസികൾ കൂടുതൽ തിങ്ങിപ്പറക്കുന്നൊരു പ്രദേശമാണ്. ഇവിടെ ഒരു 16-ലധികം മുതുവാൻ സെറ്റിൽമെൻറ്റുകളുണ്ട്. ഒരു 8ഓളം മറ്റ് ഹിൽപുലയ സെറ്റിൽമെൻറ്റുകളുണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് താമസമാക്കിയ ആളുകളാണ്. അതായത് ഇവിടെ പിന്നീട് വന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് സെറ്റിലായ ഈ അഞ്ചുനാട് നിവാസികൾ എന്ന് പറയും. അഞ്ചുനാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ മറയൂർ, കാന്തല്ലൂർ മേഖലകളിൽ 4 സ്ഥലങ്ങൾ, അതായത് മറയൂർ, കാന്തല്ലൂർ, കീഴാന്തൂർ, കാരയൂർ, പിന്നെ കൊട്ടകുടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അത് തമിഴ്നാട്ടിലാണ്. ഇതെല്ലാം കൂടി ചേർന്നാണ് അഞ്ചുനാടെന്നും പറഞ്ഞ് മറയൂർ അറിയപ്പെടുന്നത്. അപ്പോൾ അവർ വന്നത് ഈ ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറിയവരാണ്. അതാണ് ഈ ഇവിടുത്തെ ഒരു പൂർവികർ എന്ന് പറയുന്നത്. അതുകൂടാതെ അതിനു മുമ്പുള്ള ആളുകളാണ് ഞാൻ പറഞ്ഞ ആദിവാസി സമൂഹം, പ്രത്യേകിച്ച് മുതുവാൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ ഹിൽപുലയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അപ്പോൾ അങ്ങനെ 2 വിഭാഗങ്ങൾ ഇവിടെ വളരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3000 വർഷങ്ങൾക്കൊക്കെ മുമ്പ് തന്നെ ഉള്ള ആളുകളാണ് അവർ.
അപ്പോൾ അവരുടെ അതിനുശേഷം വളരെ വർഷങ്ങൾക്ക് ശേഷം 1930 ചേർന്നാണ് മറ്റേ കേരളത്തിൽ നിന്നുമൊക്കെ പലരും ഇങ്ങോട്ട് കുടിയേറി പാർക്കാൻ തുടങ്ങിയത്. അപ്പോൾ കുടിയേറി പാർത്തു. അതിനുശേഷം കുറേ കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഈ നമ്മുടെ പട്ടം കോളനികൾ കൊടുത്തു. അങ്ങനെ ഇത് കൃഷിക്ക് അനുയോജ്യമായ സ്ഥലത്ത് പലരെയും ഇങ്ങോട്ട് മാറ്റി പാർപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു പട്ടിണിയൊക്കെ ഉണ്ടായ സമയത്ത് ഇവിടെ ഒരുപാട് പേരെ മറ്റ് പാലായിൽ നിന്നും അതുപോലെ തന്നെ മറ്റേ തിരുവനന്തപുരം അങ്ങനെയുള്ള പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ പട്ടം കോളനി കൊടുത്ത് ഇവിടെ ആളുകളെ കുടിയേറ്റി. അങ്ങനെ ഒരു പട്ടം കോളനി എന്ന് പറഞ്ഞൊരു സ്ഥലമൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ ഒരു 52 ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇത് ആദ്യം മറയൂരിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന നെൽകൃഷിയാണ്. നെൽകൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടനാട് അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് കഴിഞ്ഞാൽ 3-ാം സ്ഥാനം മറയൂരിനുണ്ടായിരുന്നു. അതിനുശേഷം ഈ നെൽകൃഷി നഷ്ടമാണെന്നുള്ള രീതിയിൽ വരികയും പിന്നെ കരിമ്പ് കൃഷി വളരെ സജീവമാകുകയും ചെയ്തു. കരിമ്പ് കൃഷി സജീവമായപ്പോൾ അതിനുണ്ടായൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറയൂർ ശർക്കര മറ്റ് എല്ലാ മേഖലകളിലും വളരെ സ്വാധീനം ചെലുത്തി. പ്രത്യേകിച്ച് അതിൻ്റെ ഷുഗർ കണ്ടൻറ്റ് കൂടുതലാണ്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ മറയൂർ ശർക്കര ഇന്ന് അതിന് മറ്റേ ഹോമസൂചിക പദവിയിൽ വരെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മറയൂർ ശർക്കര. അതങ്ങനെ. പിന്നെ മറയൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചന്ദനം. ആ ചന്ദനത്തിനും പ്രത്യേകതയുണ്ട്. മറ്റ് ഈ പറയുന്ന മൈസൂർ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലുള്ള ചന്ദനത്തേക്കാൾ ഓയിൽ കണ്ടൻറ്റ് കൂടുതലാണ്. അങ്ങനെ ഉള്ളൊരു ഇതാണ് മറയൂരിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ മറയൂരിൻ്റെ വെച്ചാൽ പൗരാണികമായിട്ട് ഉള്ള ഈ മുനിയറകൾ ഒക്കെ ഇവിടെ ഒരുപാടുണ്ട്. അത് മുനിയറകളെ സംബന്ധിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട്. അതിനകത്ത് പണ്ട് ആളുകളെ മറവ് ചെയ്തിരുന്ന ഇതാണെന്നും പറയുന്നുണ്ട്, അല്ലാതെ തപസ് ചെയ്തിരുന്നതാണെന്നും ഒക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് അതിൻ്റെ ഒരു യഥാർത്ഥം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ മറയൂരിൻ്റെ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏത് കൃഷിയും ഒരു എന്താ പറയുക ഒരു സമ്മിശ്ര കാലാവസ്ഥയാണ്. മഴനെൽ പ്രദേശമെന്ന് തന്നെ പറയാം മറയൂർ. കാരണം ചിലപ്പോൾ കേരളത്തിൽ കിട്ടുന്ന മഴയും തമിഴ്നാട് കിട്ടുന്ന മഴയും കിട്ടും, ചിലപ്പോൾ രണ്ടും കിട്ടില്ല. ഇവിടെ ഒരു മൺസൂൺ കാലത്ത് ഏറ്റവും കുറവ് മഴയുള്ള പ്രദേശമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂൺ മാസത്തിൽ വലിയൊരു മഴ മറയൂർ കിട്ടില്ല. പക്ഷേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും മഴ നിൽക്കുമ്പോൾ ഡിസംബർ മാസം അവസാനം വരെ ഇവിടെ മഴ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത മറയൂരിനുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കുറേ കാലങ്ങളായിട്ട് മഴ ഇച്ചിരി കൂടുതലാണ്. നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ പ്രളയത്തിനുമൊക്കെ ശേഷം നമ്മുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സുനാമിക്ക് ശേഷം കാലാവസ്ഥ ഒരുപാട് വ്യതിയാനം വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മഴ കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. അതാണ് മറയൂരിൻ്റെ ഒരു പ്രത്യേകത. മറയൂരിൽ തമിഴ് വംശത്തിലാണ് കൂടുതലായിട്ടുള്ളത്. മലയാളികളും ഉണ്ട്, എങ്കിൽ പോലും അവർ മെജോറിറ്റി ആയിട്ടുണ്ട്. പ്രത്യേകിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്റ്റേറ്റിൽ നിന്ന് ഇവിടെ പരിസരത്ത് ഈ തേയിലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്നവരൊക്കെ അവർ റിട്ടയർഡ് ആയി കഴിഞ്ഞ് മറയൂർ സെറ്റിലാവുന്നുണ്ട്. അങ്ങനെ അവർക്ക് ഈ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ അവർ കൂടുതലായിട്ട് ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. പുതിയ താമസക്കാരും പുതിയ ആളുകളും വരുന്നത് കൂടുതലും തമിഴ് വംശജരാണ്. ഇവിടെ എല്ലാവരും ഒരേപോലെ ഒറ്റ മനസ്സോടുകൂടി കഴിയുന്ന ഒരു പ്രദേശമാണ്. കാരണം ഞങ്ങൾ ഇതിപ്പോൾ ഞാനൊക്കെ ഒരു പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ്. വർഷങ്ങളായിട്ട് പാർട്ടി പ്രവർത്തനം ഒക്കെ നടത്തുന്ന ആളാണ്. ഞാൻ ജനപ്രതിനിധിയായിട്ടുണ്ട്. അങ്ങനെ പല ഇതുണ്ട്. ഇപ്പോൾ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ 8ാമത്തെ വർഷമാണ്. അപ്പോൾ ഇവിടുത്തെ ഈ മേഖലയുമായിട്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ ബാങ്കാണെങ്കിൽ തന്നെ ഒരുപാട് സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് ഒരുപാട് സർവീസ് ഉണ്ട്. നമ്മുടെ ആംബുലൻസ് സർവീസ് ഉണ്ട്, അതുപോലെ തന്നെ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ മെഡിക്കൽ സ്റ്റോറുണ്ട്, നീതി സ്റ്റോറുണ്ട്, അങ്ങനെ ഒരുപാട് പരിപാടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നൊരു ബാങ്കാണ്. അങ്ങനെ എല്ലാ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്നൊരു പള്ളിയാണ് നമ്മുടെ മറയൂർ ദേവാലയം എന്നൊക്കെ പറഞ്ഞ ആദ്യം ഉണ്ടായിരുന്ന പള്ളിയാണ്. അതിന് ശേഷമാണ് പിന്നീട് പയസ്നഗറും മറ്റേ സഹായരി പള്ളി, അത് സഹായരി മറ്റേ സീറോ മലബാറിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ആദ്യം മറയൂരിനെ സംബന്ധിച്ച് സീറോ മലബാറിൻ്റെയും ലത്തീനും എല്ലാം ഒന്നിച്ചായിരുന്നു മറയൂർ പള്ളിയിൽ വന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പള്ളി ആയ ശേഷമാണ് അങ്ങോട്ട് മാറി ഇത് ചെയ്തിരുന്നത്. ഞാനൊരു 10-17 വർഷക്കാലം പാരിഷ് കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിരുന്നു, പാസ്റ്റർ കൗൺസിൽ മെമ്പറൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഓരോ കാലഘട്ടത്തിലും കുറേ ആളുകളൊക്കെ ഇങ്ങനെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മറയൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ പ്രധാന മറയൂരിൻ്റെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്ന ടൂറിസം
ത്തിലാണ് മറയൂർ എത്തി നിൽക്കുന്നത്. ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ശനി ഞായർ അവധി 2 ദിവസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മേഖലയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ, തദ്ദേശീയരും ദേശീയരും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നുണ്ട്. മറയൂരിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകൾ സ്പോട്ടുകൾ എന്ന് വെച്ചിട്ട് മറയൂരിൽ ഇപ്പോൾ നമുക്ക് സ്പോട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ചിന്നാറ്, അതുപോലെ തന്നെ ചിന്നാറിൽ നിങ്ങോട്ട് കടന്നു വരുമ്പോഴേക്കും നമ്മുടെ തൂവാനം വെള്ളച്ചാട്ടം, അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഇവിടെ മുനിയറകൾ ഉണ്ട്, അത് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ഞാൻ ആദിവാസി മേഖല എന്ന് പറഞ്ഞല്ലോ, അവിടെ ഈ ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്നുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതായിട്ട് ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ഈ ഓഫ് റോഡ് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് കോൽക്കടയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടമുണ്ട്. അത് ഈ കോൽക്കടലിന് സമീപത്തുള്ളതാണ്. അത് കാണാനായിട്ട് ആളുകൾ വരുന്നുണ്ട്. പിന്നെ കാന്തല്ലൂർ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന രീതിയിൽ ശീതകാല പച്ചക്കറി, പിന്നെ പഴവർഗ്ഗങ്ങൾ, ഇതൊക്കെ കാണാനും, അതുപോലെ ഈ മറയൂർ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു 4-5 വെറൈറ്റി മൃഗങ്ങളെ കാണാമെന്നുള്ളൊരു ഗ്യാരണ്ടി ഉണ്ട്. മാന്, കാട്ടുപോത്ത്, ആന, ഇതൊക്കെ ഏതാണെങ്കിലും നമുക്ക് കാണാനൊരു സൗകര്യം ഉണ്ട്. നമ്മുടെ മറയൂരിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇൻകം നമ്മുടെ ഇവിടുത്തെ മറയൂരിൻ്റെ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ 2 കൃഷികളാണ്. അതായത് കരിമ്പ് കൃഷി ഒന്ന്, പിന്നെ അടയ്ക്ക, കവുങ്ങ്. അതിപ്പോൾ ഈ കരിമ്പ് കൃഷി കുറച്ച് ലാഭകരമല്ലാതായി മാറിക്കഴിഞ്ഞപ്പോഴേക്കും ഈ കവുങ്ങ് ആ കൃഷിയിലേക്ക് കുറേ പേര് മാറിയിട്ടുണ്ട്. പിന്നെ ഈ ആദിവാസി മേഖലയിലുള്ളവരൊക്കെ ഈ പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രധാന ഒരു വരുമാന മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിമ്പ് കൃഷി, അതുപോലെ തന്നെ നമ്മുടെ ഈ കവുങ്ങിൻ്റെ നിന്നുള്ള വരുമാനം, പിന്നെ നമ്മൾക്കൂടെ ഉള്ള ടൂറിസം. ഇതാണ്, ഇത് 3 മറയൂരിൻ്റെ ഒരു വരുമാന മാർഗ്ഗങ്ങൾ. എന്തുകൊണ്ടാണ് കരിമ്പ് കൃഷി നഷ്ടത്തിലേക്കാവും? കരിമ്പ് കൃഷി നഷ്ടത്തിലേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാടിൽ കരിമ്പ് കൃഷിയുണ്ട്. ആ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ പല ശർക്കരയും ഈ മറയൂർ ശർക്കരയുടെ രൂപത്തിൽ പിടിച്ച് കേരള വിപണിയിൽ എത്തിക്കുന്നുണ്ട്, വ്യാജമായിട്ട് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ വ്യാജമായിട്ട് എത്തിക്കുന്നതുകൊണ്ട് മറയൂർ ശർക്കരയ്ക്ക് വില കിട്ടത്തില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു കിലോയ്ക്ക് 60 രൂപ എന്ന് പറയുമ്പോഴേക്കും 50 രൂപയ്ക്ക് ഈ ശർക്കര എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്തൊക്കെ ഉള്ള സംഭവങ്ങൾ അവിടുന്ന് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ടാണ് മറയൂർ ശർക്കരയുടെ ഒരു വില കുറവ് വരികയും കൃഷിച്ചെലവ് കൂടുകയും ചെയ്തു. അപ്പോൾ ആ പലരും നഷ്ടത്തിലായതുകൊണ്ട് അത് നിർത്തലാക്കിയിട്ടുണ്ട്. പക്ഷേ മറയൂർ ശർക്കര എന്ന് പറയുന്നത് നമുക്ക് അപൂർവമായിട്ട് കിട്ടുന്നൊരു ഇതാണ്. അത് വളരെ സ്വാദിഷ്ടമായൊരു ഇതാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ ബാങ്കാണെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു യൂണിറ്റ് അതിൻ്റെ പ്രവർത്തിച്ച് വരുന്നുണ്ട്, ശർക്കര നിർമ്മാണവും ഒക്കെ ആയിട്ട്. അപ്പോൾ നമുക്കത് നല്ല ശർക്കര നമുക്ക് പൊതുജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ഡൽഹിയിൽ വെച്ചൊരു ഇത് നടക്കുന്നുണ്ട്, ഒരു ടൂറിസ്റ്റ് ഇത് ആയിട്ട് നമുക്കൊരു സ്റ്റാള്. അപ്പോൾ നമുക്ക് നമ്മുടെ ബാങ്കിനും അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറയൂർ ശർക്കര ഡൽഹി കൊണ്ടുപോയി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ബാങ്കിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കൂടുതൽ ഈ പറയുന്ന എറണാകുളത്ത് ഈ ഇടയ്ക്ക് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിരുന്നുണ്ട്. അവിടെ നമ്മൾ മറയൂർ ശർക്കര ഒരു സ്റ്റാള് എടുക്കുകയും നമ്മൾ മറയൂർ ശർക്കര അവിടെ പ്രദർശിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ നമുക്ക് മറയൂർ ശർക്കരയുടെ ഒരു എന്താ പറയുന്ന ഒരു പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പുറത്തുനിന്ന് ആൾക്ക് എങ്ങനെയാണ് ഇത് തിരിക്കാൻ പറ്റുമോ ഈ മറയൂർ ശർക്കര? മറയൂർ ശർക്കര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യം അറിയാവുന്നവർക്ക് അറിയാവുള്ളൂ. കാരണം ഒരു പീസ് എടുത്ത് വായിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് അറിയാവുന്നവർക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. മറ്റേ ഈ തമിഴ്നാട്ടിലുള്ള ശർക്കരയ്ക്ക് ഉപ്പ് രസം കൂടുതലുണ്ട്. മറയൂർ ശർക്കരയെ സംബന്ധിച്ചിടത്തോളം ഉപ്പ് രസം ഇല്ല, ഷുഗർ കണ്ടൻറ്റ് കൂടുതലാണ്. ഒന്ന് പെട്ടെന്നൊന്ന് ഒഴിച്ചാൽ തന്നെ അതിൽ പെട്ടെന്ന് വിട്ടുപോരുന്നൊരു അവസ്ഥയുണ്ട്. ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എലാസ്റ്റിക് പരുവത്തിൽ നിൽക്കും. അപ്പോൾ അങ്ങനെയൊക്കെ അറിയാവുന്നവർക്കറിയാം. അതാണ് എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. മറ്റവർക്ക് ഈ ശർക്കര മറയൂർ ശർക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ വാങ്ങും, അറിയാവുന്നവർക്കറിയാം.